സുഹൃത്തുക്കളെ നമസ്കാരം. മുഹമ്മദ് അലി പേങ്ങാട്ടുശ്ശേരിയാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ളൊരു സാഹചര്യം, നമുക്കറിയാവുന്നതുപോലെ ഓണം നമ്മുടെ പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു കച്ചവടം നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു സമയമാണല്ലോ ഓണം, പെരുന്നാൾ, ഈസ്റ്റർ, ഇങ്ങനെയുള്ള ആഘോഷ സമയങ്ങളൊക്കെ. അപ്പോൾ ഈയിടെയായിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുകിട സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ട്. ഒരുപാട് നമുക്കറിയാവുന്നതാണ്. ഇത്തരം സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകാനുള്ള ഒരു പ്രധാന കാരണം ഓൺലൈൻ കുത്തക മുതലാളിമാരുടെ ഒരു കടന്നുകയറ്റമാണ്. ഫ്ലിപ്കാർട്ട്, ആമസോൺ ഉൾപ്പെടെയുള്ള അത്തരം മുതലാളിമാരുടെ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ സാധാരണക്കാരായ കടകളെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന് കാരണങ്ങളുണ്ട്. ചെറിയ ചെറിയ റേറ്റിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിലാണ്. എന്നിരുന്നാൽ പോലും നമുക്കറിയാം, കോവിഡ്, അതുപോലെ തന്നെ പ്രളയം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഒക്കെ വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഇത്തരം കോർപ്പറേറ്റുകളൊന്നും രംഗത്തേക്ക് വരാറില്ല. അവർക്ക് അതിൻ്റെ ആവശ്യവുമില്ല. നമുക്കൊരു കൈത്താങ്ങായി ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ ചെറുകിട കച്ചവടക്കാരാണ്. അപ്പോൾ അവരെ നമ്മൾ തീർത്തും ഒഴിവാക്കുമ്പോൾ അത് നമ്മൾ സ്വയം ഒരു ആത്മപരിശോധന നടത്തേണ്ട ഒരു സാഹചര്യമാണ്. നമ്മൾ ഈ ഒരു ഓണ സമയത്ത് പരമാവധി ഓൺലൈൻ വ്യവസായങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് പരമാവധി നമ്മുടെ നാട്ടിലെ ചെറുകിട കച്ചവടക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സമീപപ്രദേശങ്ങളിലെ കച്ചവട സ്ഥാപനങ്ങളിൽ പോയി നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായാൽ നമുക്കൊരുപാട് പട്ടിണി മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും. നമുക്ക് കാശ് കൊടുത്ത് സഹായിക്കാൻ കഴിയില്ല, പക്ഷേ ഇത്തരം ഒരു ഇടപെടൽ നമ്മൾ അവരോട് ചെയ്യുന്നൊരു സഹായം കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണമായൊരു വീഡിയോയുടെ ഒന്നും ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവരും ഈ വിഷയം സ്വയം ഒരു ആത്മപരിശോധന നടത്തിയിട്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മളിൽ ഒരുവരായ കച്ചവടക്കാരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി അറിയിക്കുകയാണ്. ഓക്കെ, നമസ്കാരം.